ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ. സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ട്. കർത്താവിൻ്റെ മേശ നമുക്ക് എല്ലാം തക്ക സമയത്ത് അവസാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖവര പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവസഭയ്ക്ക് ദൈവ അവസരം തന്നു. ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ട് ആശ്വാസം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. വചനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാ സെഷനിലും വന്നിട്ടില്ലെങ്കിലും വന്ന സെഷനിൽ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ സംസാരിച്ച വചനങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പറഞ്ഞ പ്രവചനം മാത്രമല്ല ഓർക്കേണ്ടത്, ഈ വചനം തന്നെ പ്രവചനമാണ്. അപ്പോൾ വചനത്തിലൂടെ കർത്താവ് സംസാരിച്ചത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഏറ്റെടുക്കണം. അത് മുറുകെ പിടിക്കണം. ആ വചനത്തെ വിശ്വസിക്കുമെങ്കിൽ, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നൊരു ചിന്തയുണ്ട്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കും. ഇറ്റ് വർക്ക്സ് ഇൻ ദം ദാറ്റ് ബിലീവ്. അപ്പം ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ആര് പ്രസംഗിച്ചു എന്നുള്ളതല്ല വിഷയം. ആ വചനം നാം ഏറ്റെടുക്കുമെങ്കിൽ, ആ വചനം വിശ്വസിക്കുമെങ്കിൽ അത് നമ്മുടെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് പ്രവർത്തിക്കുന്നത് രോഗസൗഖ്യമായി പ്രവർത്തിക്കും, ആത്മീക വർധനവായി പ്രവർത്തിക്കും, ദൈവശക്തിയായി നമ്മിൽ പ്രവർത്തിപ്പാനിടയാകും. അത് പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹത്തോടെ ആയിരിക്കാം. ഇന്ന് വളരെ വേഗത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ തിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം മുതൽ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. മതി. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ നടന്ന സംഭവങ്ങളെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഓരോ വാക്യത്തിൻ്റെയും ആരംഭവാക്കും ആ വാക്യത്തിൻ്റെ അവസാന പദവും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. 8-ാം വാക്യം പറയുന്നു, വിശ്വാസത്താൽ പുറപ്പെട്ടു. എല്ലാവരും ഒന്ന് പറയാമോ? പുറപ്പെട്ടു. 9-ാം വാക്യം പറയുന്നു, വിശ്വാസത്താൽ കാത്തിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 3-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്താൽ പ്രാപിച്ചു. പറഞ്ഞാട്ടെ. 4-ാം വാക്യം പറയുന്നു, വിശ്വാസത്താൽ. വിശ്വാസമെന്ന പദം അവിടെ ഇല്ല, എന്നാൽ ആ ചിന്തയിൽ നാം വരുമ്പോൾ വിശ്വാസത്താൽ ഒരു സന്തതി ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. ഇന്ന് ദൈവസനിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിപ്പാനായി നാമും പുറപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏതൊരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമെങ്കിൽ തക്ക സമയത്ത് ചിലത് പ്രാപിപ്പാനിടയായിത്തീരും. തീർന്നില്ല. എന്ത് ദൈവം വാഗ്ദത്തം ചെയ്തുവോ ആ സന്തതിയെ തന്നെ, ആ വാഗ്ദത്ത നിവർത്തിയെ തന്നെ
ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി നൽകുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അതാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തെ അനുസരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ ഇതാണ് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത്. എന്നാൽ ഇതിൻ്റെ മുൻപ് നടന്ന ഒരു കാര്യമുണ്ട്. കൽദയുടെ പട്ടണമായ ഊരിൽ പാർക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അന്ന് അബ്രഹാമിൻ്റെ അപ്പനായ തേരഹും അബ്രഹാമും ഭാര്യയും അബ്രഹാമിൻ്റെ അനന്തരവനായ ലോത്തും ചേർന്ന് അവർ ഊരിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ചിലപ്പോഴൊക്കെ ഓർപ്പിക്കാറുണ്ട്, ചിലരെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. കനാനിലേക്ക് പോകാൻ ദൈവം വിളിച്ചെങ്കിലും അബ്രഹാം കൂട്ടരും നേരെ വടക്കോട്ട് യാത്ര ചെയ്ത് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എന്നാൽ ഹാരാനിൽ ചില വർഷങ്ങൾ പാർത്തു. തേരഹിൻ്റെ മരണശേഷം നമ്മൾ വായിച്ച 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഹാരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരണ്ടത് എന്നാണ്, പാർച്ച്ഡ്. എന്നാൽ നമുക്കറിയാം കനാൻ എന്ന ആ സ്ഥലം നിറവിൻ്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മയെല്ലാം കാലകാലങ്ങൾ വിളിച്ചിരിക്കുന്നത് വരൾച്ചയുടെ അനുഭവത്തിലല്ല, നിറവിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ, അവിടേക്ക് എത്തുന്നത് വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മോട് സംസാരിക്കുകയാണ്. വരൾച്ച ഇന്ന് ലോകത്തിലുള്ള അനേകരെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയത്തിൽ വരൾച്ച ഉണ്ടാകരുത്, ഒരു നിറവ് പ്രാപിപ്പാൻ നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ യാത്ര ചെയ്യേണ്ടത് വടക്ക് പടിഞ്ഞാറായിട്ടുള്ള കനാനിലേക്കാണ്. പക്ഷേ പകുതി വഴി ദൂരം ചെന്ന് ഹാരാനിൽ പാർത്തു. അവിടെ വെച്ച് വീണ്ടും ദൈവം സംസാരിച്ചു. ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് അവൻ പുറപ്പെട്ടെങ്കിൽ, സ്തോത്രം, അവിടെ നമ്മൾ വായിച്ചത് എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. നമ്മളോടൊക്കെ ഒരു പുതിയ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കും. ഞാൻ ഓർക്കുന്നു 2012 പ്രിയ ജോസഫ് എന്നോട് പറഞ്ഞു, നമുക്ക് ഒറീസയ്ക്ക് പോകാം. ആദ്യമായി ഞാൻ ഒറീസയിൽ പോകുന്ന വർഷമാണ്. എന്തെല്ലാം ഞാൻ അന്വേഷിച്ചെന്നറിയാമോ? അപ്പോൾ ഒരു പുതിയ സ്ഥലം, നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ കേട്ടിട്ടില്ലാത്ത, നമുക്കൊരു ഗ്രാഹ്യവുമില്ലാത്ത ഒരിടത്ത് പോകണമെങ്കിൽ ആരും വെറുതെ ഇറങ്ങിപ്പോകത്തില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ മനുഷ്യൻ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു? അവനോട് ആരാ പറഞ്ഞതെന്നുള്ളതാണ് ആ കാര്യത്തിന് അവനെ ബലപ്പെടുത്തിയത്. ചരിത്രം പറയുന്നത് അബ്രഹാമും അവൻ്റെ അപ്പനായ തേരഹും ആ കൂട്ടരൊക്കെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ആ വിഗ്രഹങ്ങളെ ആരാധിച്ച്, ആ വിഗ്രഹങ്ങളെ തന്നെ വിറ്റ് ഉപജീവിക്കുന്ന ഒരനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തേജോമയനായ ദൈവം അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ചു. ജീവിക്കുന്ന ദൈവം, തന്നെ പേർ ചൊല്ലി വിളിക്കുന്ന, തന്നെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം
ആ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ദൈവങ്ങളല്ല, ആമേൻ, എന്നെ അറിയുന്ന, എന്നെ മെനഞ്ഞ, ആമേൻ, എൻ്റെ പേര് വിളിക്കുന്ന തേജസ്സുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ അനുസരിച്ചാൽ എവിടേക്ക് പോകുന്നുവെന്ന് എനിക്കറിയത്തില്ലെങ്കിലും വിശ്വാസത്തിൻ്റെ ചുവട് വെച്ച് ഞാൻ മുന്നോട്ട് പോയാൽ, ആമേൻ, അത് വ്യർത്ഥമാകത്തില്ല, അത് പരാജയമാകത്തില്ല, അത് ജയത്തോടെ എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവനെന്ന് വിശ്വസിച്ചത് കൊണ്ട് അവൻ പുറപ്പെട്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിൻ്റെ പൈതലെ, ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിക്കുവാൻ ഇന്ന് പകൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ പുറപ്പെട്ടു. സ്തോത്രം. അങ്ങനെ കനാനിലെത്തി. കനാനിൽ ചില നാളുകൾ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞു. പ്രാർത്ഥിച്ച പല വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ നിമിഷം വരെ ചിലപ്പോൾ മറുപടി കിട്ടിയില്ലായിരിക്കാം. എന്താ കർത്താവേ, വൈ? ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ചിലർക്ക് നേരെ ഉടനടി മറുപടി ദൈവം കൊടുക്കും. എന്നാൽ ചില വിഷയങ്ങളിൽ ദൈവം പറയും വെയിറ്റ്. സ്തോത്രം. സങ്കീർത്തന ഭാഗത്ത് ഞാൻ ആ വാക്യം എടുപ്പിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ദൈവം ചില അനുഗ്രഹങ്ങളെ, ചില വിടുതലുകളെ താമസിപ്പിക്കും കേട്ടോ. God delays certain blessings. അപ്പം നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കുള്ള അനുഗ്രഹം അങ്ങ് താമസിപ്പിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം അത് ഏറ്റവും ഉചിതമായ, ഏറ്റവും ആമേൻ അനുഗ്രഹമായ സമയത്ത് അത് നൽകിയാൽ മാത്രമേ അത് നമുക്ക് പ്രയോജനകരമായി തീരത്തുള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചില ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. ഈ നിമിഷം വരെ ചിലപ്പോൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഓർക്ക്, ആമേൻ, ഡിലേയ്സ് ആർ നോട്ട് ഡിനയൽസ്. ആമേൻ, ആമേൻ. താമസിച്ചത് കൊണ്ട് ഇല്ല എന്നാരും പറയുന്നില്ല, സ്വർഗം പറയുന്നില്ല. അവൻ നമ്മോട് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, താമസിക്കുന്നെങ്കിലും ഒരു മറുപടി ഉണ്ട്, നിശ്ചയമാണ്. ആ മറുപടിക്ക് വേണ്ടി നീ കാത്തിരിക്കുമെങ്കിൽ ദൈവം തൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏറ്റവും അനുയോജ്യമായ സമയത്ത് അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ളവർ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് പറ, യെസ്, ഐ ആം വില്ലിംഗ് ടു വെയിറ്റ് ടിൽ ഗോഡ്സ് ടൈം. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. കർത്താവേ, അതിനായി എന്നെ ശക്തീകരിക്കണമേ. ശക്തി പ്രാപിച്ചു അല്ലേ? മൂന്നാമത്തെ വാക്യം എന്താ പറയുന്നത്? വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചു. ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ പുറപ്പെട്ടു, വിശ്വാസത്താൽ കാത്തിരുന്നു. മൂന്നാമത്തെ ചിന്ത, വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. കാത്തിരിപ്പ് നീളുമ്പോൾ മറിച്ചാ സംഭവിക്കേണ്ടത് അല്ലേ? എല്ലാവരും എന്നോട് യോജിക്കുന്നോ? കാത്തിരിപ്പ് നീണ്ടുപോകുമ്പോൾ ശക്തിയും ധൈര്യവും പ്രത്യാശയും ഒക്കെ എന്താ ചെയ്യുന്നത്? കുറയാനാ സാധ്യത. പക്ഷേ ഇവിടെ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ നാം വായിക്കുന്നു, അവർ വിശ്വാസത്താൽ കാത്തിരുന്നത് കൊണ്ട് അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, അവർ വിശ്വാസത്തിൽ തളർന്നില്ല, അവർ വിശ്വാസത്താൽ ശക്തി പ്രാപിപ്പാനിടയായി. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അതാണ് ലോകമനുഷ്യനും ആമേൻ ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം. അത് ആമേൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലൊന്ന് പറയാൻ കഴിയുമോ? വിശ്വാസത്തിൽ തളരുകയല്ല, വിശ്വാസത്താൽ കാത്തിരുന്ന് ക്ഷീണിച്ചു പോകുകയല്ല, വിശ്വാസത്തിൽ ആമേൻ അധൈര്യപ്പെട്ടു പോകുകയല്ല, വിശ്വാസത്താൽ ശക്തി പ്രാപിപ്പാൻ എനിക്കൊന്ന് കൃപ നൽകണമേ, അതിനായി എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്നുള്ള ആ സമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു.
4-ാമത്തെ വാക്യം നമ്മോട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സന്തതി ജനിക്കുവാനിടയായി. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. 25 വർഷം കാത്തിരുന്നു. ഓരോ പ്രാവശ്യവും ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും. ഓരോ അവധി ദൈവം പറയുക, കാത്തിരിക്കുക, കാത്തിരിക്കുക, കാത്തിരിക്കുക. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിച്ച അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാനൊരു ഡേറ്റ് കുറിക്കുക. അടുത്ത വർഷം ഈ സമയത്ത് നിൻ്റെ ഭാര്യ സാറ ഒരു മകനെ അണച്ചുകൊള്ളും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ ആമേൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഇന്ന് ഞാൻ ഈ ദൂത് കൈമാറിക്കൊണ്ട് പറയുകയാണ്, സ്തോത്രം, ഇതുവരെ ദൈവം അവധി പറഞ്ഞെങ്കിൽ ഇനി അവൻ അവധി പറയല്ല. അവൻ നിനക്ക് വേണ്ടി വിടുതലിൻ്റെ ഡേറ്റ് കുറിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. സ്തോത്രം, അടുത്ത വർഷം ഈ സമയത്തെന്ന് നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ തക്കവണ്ണം എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവത്തെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിന് ഞാൻ ഹിതമുള്ളത് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അബ്രഹാമിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു? ദൈവം പറഞ്ഞ 3 അനുഭവങ്ങൾ അബ്രഹാമിനുണ്ടായിരുന്നു. ഒന്നാമത്തെ അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലെ അനുഭവം ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു. അവനൊരു പ്രവാചകൻ ആകുന്നുവല്ലോ. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മതി. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ ആരാ? പ്രവാചകനാ. സ്തോത്രം. നമുക്കറിയാം, പഴയ നിയമത്തിൽ 2 വ്യക്തമായ ഓഫീസുകളുണ്ട്. ഒന്നാമത്തെ ഓഫീസാണ് പുരോഹിതൻ്റെ ഓഫീസ്. 2-ാമത്തെ ഓഫീസാണ് പ്രവാചകൻ്റെ. 3-ാമത്തേതാണ് എക്സിക്യൂട്ടീവ്, രാജാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. എന്നാൽ ഒരു പ്രവാചകൻ ആര്? ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിനുള്ള ആലോചന പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുക്കുക. ഒരു പുരോഹിതൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ജനത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവത്തോട് ജനത്തിൻ്റെ ആവശ്യം അറിയിക്കുകയാണ് ഒരു പുരോഹിതൻ്റെ ഉത്തരവാദിത്വം. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുക. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവമക്കളോടും ഞാൻ ഓർപ്പിക്കുന്നു, നാം എല്ലാവരും ആര്? രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരുമാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. അത് മറന്നു പോകരുത്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഏൽപ്പിച്ചു കൊടുത്തു പറയും, കർത്താവേ, അതിനായി എന്നെ ശക്തീകരിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ ആരാ? സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തിരിച്ചു കൊടുത്തോണം. സ്തോത്രം, സ്തോത്രം. ഇതുപോലൊരു ബന്ധം ദൈവവുമായി നമുക്കൊന്ന് ഏറ്റെടുക്കാമോ? നഷ്ടങ്ങൾ വരുമ്പോൾ, നാം തള്ളപ്പെടുമ്പോൾ, നമുക്ക് ആമേൻ ലഭിക്കേണ്ട നന്മകൾ മറ്റുള്ളവർ തട്ടിയെടുക്കുമ്പോൾ, സ്തോത്രം,
ലോകത്തിൻ്റെ സ്ഥാനങ്ങളിൽ പോയി ആശ്രയിക്കുകയല്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുമെങ്കിൽ ഇന്നൊരു ദൂതി ഞാൻ കൈമാറിക്കൊണ്ട് പറയുകയാണ്, ലോകം നിനക്ക് നീതി നിഷേധിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഏടുകളിൽ നിനക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ വരുമ്പോൾ, ഇന്ന് പകൽ കേട്ടോ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കോടതിയിൽ ഞാൻ ഇതാ കേസ് കൊടുത്തിരിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, നഷ്ടപ്പെട്ടത് അവൻ എനിക്ക് മടക്കി തരും. എന്തുകൊണ്ട്? I am a prophet of God. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായതുകൊണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ ദൂത് ഞാൻ കൈമാറുക. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിഷയങ്ങൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ലോകത്തിലെ നീതിയല്ല എനിക്ക് വേണ്ടത്, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഇതാ എന്നെ സമർപ്പിക്കും. അപ്പം ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഒന്നാമത്തെ, അവൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന സാക്ഷ്യമാണ്, അവൻ എൻ്റെ പ്രവാചകനാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് സംതൃപ്തി അടയുക മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള പ്രിയപ്പെട്ടവരോട് അതിനോടൊന്നും കൂട്ടുചേർക്കാതെ, അതിൽ നിന്നും കുറയ്ക്കാതെ പകരുവാൻ എത്ര പേരിന്ന് തയ്യാറാകും? സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, പ്രവാചകിമാർ ഒരു കാര്യം ഓർത്തോണം, കയ്യിൽ നിന്നൊന്നും ഇടരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ ആലോചനയും മാനുഷികമായ ചിന്തയും തമ്മിലൊരു നേർവരമ്പാണ്. ചിലപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കേട്ടതും കണ്ടതും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അന്നേരം ഒരു ചിന്ത പറയും, ഇതൊന്ന് കൊടുത്തേര്. സ്തോത്രം. അപ്പം അത് ദൈവത്തിൻ്റെ ആലോചനയല്ല, അത് മാനുഷിക ആലോചനയാണ്. ഇപ്പോൾ വിളിക്കുന്ന ചിലരെങ്കിലും ചെയ്യും. അതുകൊണ്ടില്ലേ ഞങ്ങളാരും പ്രവചിക്കാത്തത്. നമ്മളാരും പ്രവാചകന്മാരും പ്രവാചികന്മാരും ആകാതിരിക്കണ്ട. നമ്മളെല്ലാവരും പ്രവാചകന്മാരാകണം, പ്രവാചികമാരാകണം. കുറഞ്ഞപക്ഷം ദൈവത്തിൽ നിന്നുള്ള ആലോചന നമുക്ക് തന്നെ പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതുമാത്രമല്ല, ശക്തമായി ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിച്ചാൽ, ആമേൻ, സ്നേഹത്തോടെ, ആമേൻ, ഐക്യതയോടെ അത് കൈമാറുവാനിടയാകുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒന്നാമത്തെ അവൻ്റെ ബന്ധം, ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രവാചകനായതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് അപഹരിച്ചത് നീ തിരിച്ചു കൊടുത്തോണം. അതല്ലെങ്കിൽ അത് നിനക്ക് നന്മയല്ല. എന്താ കാര്യം എന്നറിയാമോ? അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. ആ വാക്യം എന്താ കുഞ്ഞെ? ഒന്നുകൂടെ വായിച്ചേ. അവൻ ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താ പ്രാർത്ഥന? ദൈവമേ അവനെ അനുഗ്രഹിക്കണമെന്ന്. ഈ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും വചനത്തിലില്ല കേട്ടോ. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, വിടുക. സ്തോത്രം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ദൈവവചനം. ദൈവമേ ആ വ്യക്തിയെ അനുഗ്രഹിക്കണം, അവൻ അങ്ങേ അറിയുവാനിടയാക്കണം, അല്ലെങ്കിൽ അവൾ കർത്താവേ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാനിടയാക്കണം, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കണം. അതല്ലാതെ സ്തോത്രം കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട. അത് ദൈവത്തിൻ്റെ കാര്യമാണ്, ദൈവം ചെയ്തോളും. നമ്മൾ അവരെ അനുഗ്രഹിപ്പാൻ, രക്ഷയിലേക്ക് നയിപ്പാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയുക കേട്ടോ. സ്തോത്രം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാത്ത ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ചിലരെ കൂടെ ദൈവം ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വാസത്തോടെ കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്ന ദൈവമാണ്. രണ്ടാമത്തെ ബന്ധം 23-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 4-ാം വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും ആകുന്നു.
ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീനെന്ന് പറഞ്ഞു. അടുത്തത് ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ, കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച്. അവിടെ ഹിത്യര് പറയുന്ന ഒരു സാക്ഷ്യമാണ്. ഈ പുള്ളിയെ കുറച്ച് നാളായിട്ട് അവർക്കറിയാം. അവരറിഞ്ഞതിൽ നിന്ന് അവർക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നീ ആരാ? ദൈവത്തിൻ്റെ പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബിനെ ദൈവം ഒന്ന് രൂപാന്തരപ്പെടുത്തി. അവൻ്റെ പേര് മാറ്റി, അവൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി. എന്താ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പ്രഭു, ദൈവത്തിൻ്റെ വിലയേറിയവൻ. അപ്പോൾ രണ്ടാമത്തെ അബ്രഹാമിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധമെന്ത്? തന്നെ വീക്ഷിച്ചവർ, തന്നെ മനസ്സിലാക്കിയവർ, തന്നോടുകൂടെ പാർത്തവർ പറയുന്നു, നീ ദൈവത്തിന് വിലയേറിയവനാണ്, നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ അടക്കുവാനായി ഇതാ ഞങ്ങൾ ശ്മശാന ഭൂമി നിനക്കൊരുക്കുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് പകൽ ഓർക്കുക, ദൈവത്തിന് വിലയേറിയവരായി തീരണം. യാക്കോബിൻ്റെ ജീവിതം പഠിച്ചാൽ, യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം കളിപ്പിക്കുന്നവനെന്ന. സ്തോത്രം. എന്നാൽ അവൻ ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അവനെ രൂപാന്തരപ്പെടുത്തുവാനായി അവൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയിട്ട് പറയുന്നു, സ്തോത്രം, ആമീൻ, ഇനി നീ യാക്കോബല്ല, ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റി. സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾ ദൈവപാദപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് നാം ഈ ഉപവാസവും അവസാനിപ്പിച്ച് ഈ ആരാധനയുടെ മധ്യത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം. ആമീൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രൂപാന്തരത്തിനായി, ദൈവത്തിൻ്റെ കരത്തിൽ ആമീൻ ഒരു മോൾഡിങ്ങിനായി നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നമ്മെ ഒരു പ്രഭുവാക്കി, ആമീൻ, ദൈവത്തിന് വിലയേറിയവനും വിലയേറിയവളുമാക്കി മാറ്റിക്കൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുവാൻ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എത്ര പേര് പറയും, കർത്താവേ, അങ്ങയ്ക്ക് വിലയേറിയവനായി ഈ തലമുറയിൽ നിലകൊള്ളുവാൻ, വരും ദിവസങ്ങളിൽ നിലകൊള്ളുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ബന്ധം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം, അതിൻ്റെ 8-ാം വാക്യം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. മതി. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി. അപ്പോൾ ദ തേർഡ് റിലേഷൻഷിപ്പ്, ഹി വാസ് ഗാഡ്സ് ഫ്രണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തന ഭാഗം പറയുന്നു, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ബന്ധമുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം മുതൽ ഒന്ന് വേഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ആര്? കൽപ്പിക്കുന്നത് ചെയ്യണം. കൽപ്പിക്കുന്നതെല്ലാം ചെയ്യണം. കൽപ്പിക്കുന്നത് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഒക്കുന്നത് അല്ലേ? ആരും പടങ്ങല്ലേ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നെ. കൽപ്പിക്കുന്നത് ഒക്കുന്നതൊക്കെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? സ്തോത്രം. കർത്താവെ, അങ്ങെന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിപ്പാൻ, അത് ചെയ്യുവാൻ എന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്, കർത്താവിന് സ്നേഹിതനാകുവാൻ എൻ്റെ ജീവിതത്തിലിടയായി തീരട്ടെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞെ. യജമാനൻ ചെയ്യുന്ന ദാസനറി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഞാൻ ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ
തന്നെ ഉറപ്പിക്കുക കർത്താവ്. അടുത്ത വാക്യം, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുകയില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം യജമാനൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം അറിയുന്ന വ്യക്തിയാണ് ആര്? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം യജമാനൻ ആയ കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മോട് അറിയിക്കണമെങ്കിൽ സ്നേഹിതരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളണേണ്ടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതമറിയുന്നവർ. ദാവീദിനെക്കുറിച്ച് ഒരിക്കൽ ദൈവം പറഞ്ഞ വാക്കുണ്ടല്ലോ, സ്തോത്രം, എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന് മലയാളത്തിലുണ്ട്, എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ അടുത്തറിയുന്ന ഒരുവനാണ് എൻ്റെ ദാസനായ ദാവീദ് എന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, ദാസൻ അറിയാതിരിക്കുമ്പോൾ സ്നേഹിതന്മാർക്കറിയാം എന്താണ് യജമാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് യജമാൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. അത് മുന്നമേ ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യുവാൻ തയ്യാറാകുന്നവർ ഇന്ന് പകൽക്കാലം ദൈവം അന്വേഷിക്കുമ്പോൾ എത്ര പേർ ദൈവത്തോട് തീരുമാനമെടുത്തുകൊണ്ട് പറയും, അങ്ങനെ അങ്ങയുടെ സ്നേഹിതനായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ കർത്താവേ. അങ്ങയുടെ ഹിതമറിയുന്നവനായി, അങ്ങയുടെ ആലോചന അറിയുന്നവനായി, അങ്ങയുടെ ആഗ്രഹം അറിയുന്നവളായി അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയും കൂടെ അവിടെ പറഞ്ഞു. അടുത്ത വാക്യം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. അല്ലല്ല മോളെ, അതിന്റെ മുകളിലത്തെ വാക്യം, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട്. സ്തോത്രം. അപ്പൊ കർത്താവ് പറയുന്നു, പിതാവിൽ നിന്ന് ഞാൻ എന്തൊക്കെ കേട്ടോ അതെല്ലാം നിങ്ങൾ എൻ്റെ സ്നേഹിതരായതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ച് 25 വർഷം കാത്തിരുന്ന അബ്രഹാമിനൊരു സന്തതിയെ പ്രാപിപ്പാൻ ഇടയായത് എന്തുകൊണ്ട്? സ്തോത്രം. അവനൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ദൈവത്തിൽ നിന്നുള്ള ആലോചന പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. 2, സ്തോത്രം, അവൻ ഒരു പ്രഭുവായി, ദൈവത്തിന് വിലയേറിയവനായി, ദൈവം വില കൽപ്പിക്കുന്നവനാകും. സ്തോത്രം. ലോകത്തിന് നമ്മെ വലിയ വിലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല, ദൈവം നമ്മെ വില കൽപ്പിക്കണം. ദൈവത്തിൻ്റെ വാല്യൂഡ് ആമേൻ അവകാശങ്ങളായി തീരുവാൻ, ദൈവത്തിൻ്റെ വിലയേറിയ അവകാശങ്ങളായി തീരുവാൻ ഇന്ന് പകൽ എത്ര പേർ ദൈവവരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. മൂന്നാമത്തെ അബ്രഹാമിൻ്റെ കാര്യം, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. സ്തോത്രം. അവിടെ ഒരു ദൂതൂടെ ഞാൻ പറയാം. സ്തോത്രം. അബ്രഹാം എൻ്റെ സ്നേഹിതനായതുകൊണ്ട്. നമ്മളെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 41:8. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ. ഈ 10-ാം വാക്യം വായിച്ചു കുഞ്ഞേ. നീ ഭയപ്പെടേണ്ട. ആരോടാ പറയുന്നത്? സ്നേഹിതന്റെ മക്കളോടാ പറയുന്നത്. ആരോടാ പറയുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. സ്നേഹിതന്റെ തലമുറയോടാ പറയുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന വിലയേറിയ ദൈവത്തിൻ്റെ ദാസന്മാരെ, ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറിക്കൊണ്ട് പറയുകയാണ്, നിന്റെ തലമുറയോട് സ്വർഗം കൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. നീ ദൈവത്തെ ഉണ്മയായി സേവിച്ചതുകൊണ്ട്, നീ വിശ്വസ്തയോട് ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട്, സ്തോത്രം, നിന്റെ തലമുറയ്ക്ക് ഒരു നന്മയും കുറയ്ക്കുന്ന ദൈവമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് കൈമാറിക്കൊണ്ട് പറയുന്നു. നിന്റെ തലമുറയോട് ഞാൻ അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെയും ദൈവമാണ്. എന്ത്? നിന്റെ അപ്പൻ, നിന്റെ അമ്മ എന്നെ സേവിച്ചു. സ്തോത്രം.
അവർ താൽക്കാലികമായി ദൈവത്തെ മറന്നുപോയാലും ദൈവത്തിൻ്റെ കരം അവരോടുകൂടി അനുകൂലമായിരിക്കും. എന്തുകൊണ്ടാ? നീ ദൈവത്തെ സേവിച്ചതുകൊണ്ട്, നീ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ വിശുദ്ധിയിൽ നടന്നത്, ഞാൻ ദൈവവചനം മുറുകെ പിടിച്ചത് നഷ്ടമേ അല്ല. എൻ്റെ തലമുറ അതുമൂലം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. Hallelujah, hallelujah. Glory to God. Hallelujah. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയുവാൻ, തുടർന്നുള്ള ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ദൈവവരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. സൂക്ഷിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയായിട്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുവാനായിട്ട്, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട്, ക്രമീകരണം പ്രാപിച്ച് കർത്താവേ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഈ ശുശ്രൂഷയിൽ ഭാഗമാകാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോടുണ്ടായിരിക്കുമാറാകണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ കർത്താവിൻ്റെ മേശയിലേക്ക് നാം അടുത്തു വരികയാണ്. യേശു തൻ്റെ സഭയ്ക്ക് നൽകിയ 2 കൽപ്പനകൾ. ഒന്ന്, ഒരിക്കലായി നാം അനുഷ്ഠിക്കുന്ന വിശ്വാസ സ്നാനം. മറ്റൊരു കൽപ്പനയാണ് ഈ കർത്താവിൻ്റെ മേശ. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നൊരു ചിന്ത ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നു. നാം സ്നാനമേൽക്കുമ്പോൾ നാം വാക്കും ഭാഷണവും കൂടാതെ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തു. ആ യേശുവിൽ ഞാൻ വിശ്വസിച്ചത് മൂലം എൻ്റെ അകത്ത് ഈ 3 കാര്യങ്ങൾ സംഭവിച്ചു. യേശു കർത്താവ് മരിച്ചതുപോലെ ഞാൻ പാപസംബന്ധമായി മരിച്ചു. യേശുവിനെ അടക്കം ചെയ്തതുപോലെ എൻ്റെ ആ പാപമനുഷ്യനെ കുഴിച്ചിട്ടു. 3-ാമത് യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആമേൻ പൊരുളായി ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. സ്നാനത്തിന് 2-ാം ഭാഗം കൂടെയുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി അപ്പം സഭയുമായി ഏകീഭവിക്കുന്നു. 1, കർത്താവുമായി ഏകീഭവിക്കുന്നു. 2, സഭയുമായി നാം ഏകീഭവിക്കുന്നു. 2-ാമത്തെ കൽപ്പനയാണ് ഈ തിരുമേശ. ഈ തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ നാം വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നു, യേശുവിനോട് ഏകീഭവിച്ച ആ ബന്ധത്തിൽ ഞാൻ ഇന്നും നിലകൊള്ളുന്നു. ദൈവസഭയുമായി ഞാൻ ഏകീഭവിച്ചു, ആ ബന്ധത്തിൽ ഞാൻ ഇന്നും നിലകൊള്ളുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു ഹല്ലേലൂയ പറയാമോ? ആ അനുഭവത്തിൽ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നു, തിരുമേശയിലേക്ക് ഞാൻ അടുത്തു വരുമ്പോൾ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കും. നമുക്കിന്ന് നമ്മെ തന്നെ കണ്ണുകളെ അടച്ച് ശോധന ചെയ്യാം. കർത്താവേ, എന്നെ മുറ്റുമായി ഒന്ന് കഴുകി വെടിപ്പാക്കണമേ. ഇന്ന് ഈ തിരുമേശയിലേക്ക് ഞാൻ അടുത്തു വരുമ്പോൾ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ നോട്ടത്തിൽ, ചിന്തയിൽ, ഭാവത്തിൽ, സംസാരത്തിൽ, നിരൂപണങ്ങളിൽ, ഇടപാടുകൾ കൊടുക്കുവാങ്ങില്ല വന്നുപോയ എല്ലാ കുറവുകളെ പോക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ തിരുമേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഇതിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതയുള്ളവരാരൊക്കെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയോ ചെയ്യുകയും വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തോടും ദൈവസഭയോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടുകൂടെ ലോകത്തിൻ്റെ ആഡംബരങ്ങളെയും ആഭരണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ഭക്തിയോടെ ആരാധിക്കുന്ന എല്ലാവർക്കും
ഈ മേശയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതയുണ്ട്. ആ പറയപ്പെട്ട യോഗ്യതയുള്ളവർ മാത്രം ഈ അപ്പവീഞ്ഞുകൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അതിൽ പങ്കുകൊള്ളണം. അല്ലാത്തവർ ഒഴിഞ്ഞിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ അഭിഷേകം പ്രാപിക്കുകയോ അഭിഷേകത്തിൽ വിശ്വസിച്ച് അഭിഷേകത്തായി കാത്തിരിക്കുകയോ ചെയ്യുകയും വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ മടങ്ങി വരുന്നതിന് വേണ്ടി വിശുദ്ധിയോട് ഒരുങ്ങി കാത്തിരുന്ന് ദൈവസഭയോട് കൂട്ടായ്മ ആചരിച്ച് നല്ല പ്രാഗൽഭ്യമുള്ളവർക്ക് ഈ മേശയിൽ പങ്കുകൊള്ളുവാൻ അനുവാദമുണ്ട്. അങ്ങനെയുള്ളവർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ അപ്പവീഞ്ഞുകൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, ഇപ്പോഴല്ല, ഈ അപ്പവീഞ്ഞുകൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ ദയവായി എഴുന്നേറ്റ് നിന്ന് ഭയഭക്തിയോടുകൂടെ ഈ മേശയിൽ നിന്ന്, ഈ അപ്പത്തിൽ നിന്ന്, ഈ പാനപാത്രത്തിൽ നിന്ന് പങ്കുകൊള്ളണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയാണ് ഈ മേശ വിളിച്ചറിയിക്കുന്നത്. നാം ഈ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നാം തിരിഞ്ഞ് കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ കഷ്ടപ്പെടുവാൻ, മരിക്കുവാനിടയായി തീർന്നു. ആ യേശുവിൻ്റെ പങ്കപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മേശയിലേക്ക് നാം അടുത്തു വരേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത്, തലപൊക്കി നാം മുൻപോട്ട് നോക്കണം. എന്താണ് ദൈവവചനം പറയുന്നു? ഞാൻ വരുവോളം ഈ മേശ എൻ്റെ വരവിനെയാണ് വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തു മടങ്ങി വരാറായി. നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയോടെ വേണം ഇന്നിവിടെ ആയിരിക്കേണ്ടത്. ആ പ്രത്യാശ മങ്ങിപ്പോകരുത്, ആ പ്രത്യാശ കുറഞ്ഞു പോകരുത്. യേശു മടങ്ങി വരാറായി. എന്നെ ചേർക്കുവാൻ എൻ്റെ യേശു വരുമ്പോൾ ഞാൻ അവനോടുകൂടെ പോകുമെന്നുള്ള ആ വലിയ പ്രത്യാശയും ആ വലിയ ഒരുക്കവുമുള്ളവരായി ഈ മേശയിൽ പങ്കുകൊള്ളണം. മൂന്നാമതായി നാം ഈ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ ചെയ്യേണ്ടത്, നാം ആകമേ ഒന്ന് നോക്കണം. എൻ്റെ നോട്ടത്തിൽ, ചിന്തയിൽ, ഭാവത്തിൽ വന്നുപോയ കുറവുകളെ കർത്താവ് ക്ഷമിക്കണമേ. ആരോടെങ്കിലും ആമേൻ സ്നേഹക്കുറവോ ഐക്യത കുറവോ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞിട്ട് വേണം ഇതിൽ പങ്കുകൊള്ളേണ്ടത്. കർത്താവിനോട് പറഞ്ഞ എന്തെങ്കിലും തീരുമാനത്തിൽ എനിക്ക് ആമേൻ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ലോകത്തോട് ഞാൻ ഏകീഭവിച്ചു പോയിട്ടുണ്ടോ? കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ മടക്കിയെടുക്കണമേ. ഞാൻ തീരുമാനമെടുക്കുന്നു. എൻ്റെ കണ്ണിനോട് ഞാൻ നിയമം ചെയ്യും. ഇനി ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യവും എന്നിലൂടെ വരികയില്ലെന്ന് നമുക്ക് ദൈവത്തോട് തീരുമാനമെടുക്കാം. നാലാമതൊരു കാര്യം കൂടെ ചെയ്യണം. നാം ഈ മേശയിലേക്ക് പങ്കുകൊള്ളുന്ന വേളയിൽ നമുക്ക് ചുറ്റുമൊന്ന് നോക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരൻ, എൻ്റെ കൂട്ടു സഹോദരി, ആരോടെങ്കിലും ഞാൻ കയ്പായിട്ടിരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ഐക്യതയോടെ സംസാരിക്കുവാൻ കഴിയാതിരിക്കുന്നുണ്ടോ? കർത്താവേ, എന്നെ ഒന്ന് ഒരുക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമയമില്ലാത്തതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കുന്നില്ല. എന്നാൽ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എല്ലാ മാസവും നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളത് വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ അവൻ മതിയായവനും വിശ്വസ്തനുമായ ദൈവമാണ്. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. യേശു കർത്താവ് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്തു. അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അതിലൂടെ ഒരുക്കി തന്ന പാപമോചനത്തിനായി, വീണ്ടെടുപ്പിനായി നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം. കർത്താവേ, ആ ക്രൂശിനെ ഞാൻ ധ്യാനിക്കുകയാണ്. എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാ
അവസരത്തിൽ ഏരിയ കോർഡിനേറ്റർമാർ ദയവായി മുൻപോട്ട് കടന്നു വന്ന് ഈ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാം. അവരെ മുൻപോട്ട് ഞാൻ ക്ഷണിക്കുന്നു. നമുക്കെല്ലാം ഒരു നിമിഷം സ്തോത്രം പറയാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവനെ വിസ്തരിച്ച കോടതി 4 കോടതികളിലായി 5 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ കോടതിയിൽ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടു, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ആ കോടതി അവനെ 39 പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് അടിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതുമറിച്ചു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം അവർ അവനെ വിരൂപമാക്കി. മടങ്ങി വന്ന യേശുവിനെ വീണ്ടും വിസ്തരിച്ച പീലാത്തോസിന്റെ കോടതി മരണകരമായ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ കോടതി ജനത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് അവനെ ക്രൂശിൽ തറച്ചു കൊല്ലുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. ഗബാദ എന്ന് പറയുന്നതായ പീലാത്തോസിന്റെ കോടതിയിൽ നിന്ന് ഗോൽഗോത്തായിലേക്കുള്ളതായ ആ ദൂരം വീണുവെഴുന്നേറ്റും എൻ്റെ യേശു അക്രൂശും വഹിച്ച് കടന്നുപോയി. ഗോൽഗോത്തായിലെത്തിയപ്പോൾ അവർ അവന്റെ വസ്ത്രം അഴിച്ചെടുത്തു. അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. അവനെ 3 അണികളാൽ ആ മരക്കുരിശിനോട് ചേർത്ത് ക്രൂശിപ്പാനിടയായി. ആ കുരിശെടുത്തതിന്റെ സ്ഥാനത്ത് നാട്ടി വലത്തുമിടത്തുമായി ഓരോ കള്ളന്മാരെയും ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി നിന്ദിച്ചു പരിഹസിച്ചു. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുമെന്ന് വീമ്പളക്കിയവനെ, നിന്നെ തന്നെ രക്ഷിക്കാം. എങ്ങും ഒരു ആശ്വാസത്തിന്റെ ശബ്ദമില്ല, എങ്ങും ഒരു സ്വാന്തന വാക്കില്ല. പരിഹാസവും നിന്ദയും മാത്രം ഉയർന്നു നിൽക്കുമ്പോൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഇങ്ങനെ നിലവിളിച്ചു, ഏലി ഏലി ലമ്മ ശബക്താനി. അതിന്റെ അർത്ഥം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. വേദനയുടെ ആധിക്യം കൊണ്ടല്ല, കഷ്ടതയുടെ ആഴം കൊണ്ടല്ല കർത്താവ് നിലവിളിച്ചത്. പിതാവ് പോലും മുഖം മറച്ചുകൊണ്ട് മാനവരാശിയുടെ പാപം തന്റെ പുത്രന്റെ മേൽ ചുമത്തി പിതൃപുത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ പുത്രനായ കർത്താവ് നിലവിളിച്ചു പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. എന്നാൽ ആ ക്രൂശിൽ പിടഞ്ഞു മരിക്കുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? തിരുവചനം പറയുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ആ ക്രൂശിനെ സഹിച്ചു. എന്തായിരുന്നു ആ സന്തോഷം? എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലെ, നമ്മെ സ്വർഗത്തിന് അവകാശിയാക്കുവാൻ, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാനുള്ള ആ സന്തോഷമാണ് എൻ്റെ യേശു ആ പങ്കപ്പാട് സഹിച്ചതെങ്കിൽ നമ്മെ തന്നെ ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പറയാം, ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകുകയില്ല, ഇനി ലോകത്തിന്റെ പിന്നാലെ ഞാൻ പോകുകയില്ല. ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു, കർത്താവേ, എന്നെ കഴുകണമേ, വെടിപ്പാക്കണമേ. ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയ്ക്ക് നന്ദി കരേറ്റിക്കൊണ്ട് ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ അപ്പത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിൽ. നമുക്കെല്ലാം അല്പസമയം സ്തോത്രം പറയാം. ഈ അപ്പത്തിനായി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയ കർത്താവേ, സ്വർഗ്ഗീയ ദൈവമേ, അങ്ങ് കൽപ്പിച്ചതായ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ തിരുമേശയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ അപ്പത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട അങ്ങയുടെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന ഈ അപ്പത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ ഇതിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ യേശുവിനോടുള്ള കൂട്ടായ്മ പുതുക്കപ്പെടുവാൻ,
യേശുവിൻ്റെ ജീവൻ ഞങ്ങളിലൊന്ന് വ്യാപരിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇത് ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധി കാരണമായി തീരല്ലേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരായ അടിയങ്ങളെ ഒരുക്കും. അതിൽ പങ്കുകൊള്ളുവാൻ ജനത്തെ എല്ലാം അവിടുന്ന് സഹായിക്കും. കരമെച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി വാങ്ങി ഭക്ഷിപ്പി. പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അപ്പം ലഭിച്ചു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും ലഭിക്കാതെ പോയെങ്കിൽ കരമുയർത്താം. എല്ലാവർക്കും ലഭിച്ചു. കർത്താവ് ഈ അപ്പത്തെ നമുക്ക് അനുഗ്രഹിച്ചതെന്ന് ഓർത്ത് കരമുയർത്തി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പത്തെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ പാനപാത്രത്തെയും ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്. യേശു കർത്താവ് തൻ്റെ ശരീരം തകർക്കപ്പെട്ടു, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ
കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. നമുക്കെല്ലാം അല്പസമയം കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാം. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ആ രക്തത്തിന്റെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ പാനപാത്രം. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പാനപാത്രത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി പാസ്റ്റർ ടി എം ഘോഷി അവറുകൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുരിശിൽ 3 ആണികളിൽ മേൽ തൂങ്ങി അവസാനത്തുള്ള രക്തവും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒഴുക്കി തന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ മോചിച്ച് ഞങ്ങളുടെ മക്കളും അവകാശികളുമാക്കി തീർത്ത സ്നേഹത്തിനായി സ്തോത്രം. പാനപാത്രത്തെ അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം വെച്ച് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുമാറാകണം. ഇത് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടേതായ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ ഉണർവിനും സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരം വെച്ച് അവിടുന്ന് അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. അവിടെ തന്നെ താഴെ കഴിച്ച ശേഷം അവൻ പാനപാത്രം എടുത്തു. വാങ്ങിക്കുടിപ്പി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയിലും പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ നമുക്കിതിൽ നിന്ന് പങ്കുകൊള്ളാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Jesus.
അപ്പത്തിൽ നിന്ന് പങ്കുകൊണ്ട പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും പാനപാത്രം ലഭിച്ചു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും ലഭിക്കാതെ പോയെങ്കിൽ കൈ ഉയർത്താം. ആരുമില്ല. കർത്താവ് ഈ പാനപാത്രത്തെ നമുക്ക് അനുഗ്രഹിച്ചു തന്നത് ഓർത്ത് കരമുയർത്തി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ തിരുമേശയിൽ ഇന്ന് നമുക്ക് പങ്കുകൊള്ളുവാൻ ദൈവം കൃപ തന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ മറച്ചു, നമ്മെ പ്രാഗൽഭ്യത്തോടെ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് കേട്ടതുപോലെ ഈ മേശ വിളിച്ചു പറയുന്നു, യേശു ഈ നിമിഷം വരെയും വന്നിട്ടില്ല, എന്നാൽ അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ വരവിൻ്റെ പ്രത്യാശയാൽ നിറയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയോടെ നാം ജീവിക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവാസന്നമായി അവനോടുകൂടെ പോകുവാൻ നമുക്കെല്ലാവർക്കും ഒരുക്കം പ്രാപിക്കാം. മറ്റൊരു കാര്യം, അപ്പവീഞ്ഞുകൾ മേശമേൽ ശേഷിക്കുന്നു, വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതയില്ലാത്ത അനേകർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ളൊരു വലിയ ആഹ്വാനം ഈ ശേഷിക്കുന്ന അപ്പവീഞ്ഞുകൾ നമുക്ക് നൽകുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ സ്നേഹത്തോടെ ദൈവസ്ഥനിൽ കൂട്ടിക്കൊണ്ടുവന്ന അവർ കർത്താവിനെ അറിയുവാനിടയാകേണ്ടതിന് നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം. എല്ലാവരും കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവേ, ഈ ദേശത്തോട് നീ മനസ്സലിയണമേ. ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളോട് കർത്താവ് കരുണ തോന്നണമേ. അങ്ങയുടെ വരവാസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകർ അങ്ങേ അറിയുവാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സഹായിച്ച ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കൂട്ടായ്മ, ഈ ശുശ്രൂഷ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പാട്ടുപാടുന്ന സമയം സഹോദരിമാർ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിശുദ്ധയുമനം ചെയ്യാം. ഒരു കാര്യം വിശേഷാൽ ശ്രദ്ധിക്കുക, കലശലായ ചുമയോ പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. കൈ കൊടുത്താൽ മാത്രം മതി. അല്ലാത്തവർക്ക് സഹോദരിമാർക്ക് പരസ്പരവും സഹോദരന്മാർക്ക് പരസ്പരവും ചുംബനം കൊടുക്കാം. നമുക്ക് പറയാം, മാറാനാഥ, നമ്മുടെ കർത്താവ് ഇതാ മടങ്ങി വരുന്നു. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise the Lord. ോടും
സ്തോത്രത്തോടെ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ പകൽവേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാനും തിരുമേശയിൽ നിന്ന് ഭക്ഷിപ്പാനും മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാനും ഒക്കെ ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 3 നാളായി അവിടുത്തെ പാദത്തിൽ ഇരുപ്പാൻ, കർത്താവ് ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ തന്നെ ജനത്തെ അവിടുന്ന് ഒരുക്കിയതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് മാറ്റമില്ലാത്ത വചനം, ദൈവശബ്ദങ്ങൾ, ആലോചനകൾ തന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലവും ദൈവം ഞങ്ങളോട് സംസാരിച്ച എല്ലാ വിധങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പിന്നെയും മറയ്ക്കണമേ. ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ വചനത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കരങ്ങളിൽ എടുത്തല്ലോ. അബ്രഹാമിനെ കർത്താവേ ഹാലിലെ നടത്തിയ വിധങ്ങൾ, ദൈവവചനത്തിൽ ആഴത്തിൽ ഞങ്ങളോട് ഇടപെട്ട എല്ലാ വചനങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്താൽ അവൻ അനുസരിച്ചു, അവൻ നടന്നു, ഹല്ലേലൂയ, അവൻ പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു എന്നുള്ള ആഴമായ വചനങ്ങളെ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. തിരുമേശയിൽ നിന്ന് ശുശ്രൂഷിപ്പാനും സഭയായത് അനുഭവിപ്പാനും ദൈവം ഇടയാക്കിയല്ലോ. ഞങ്ങൾ സഭയായി അങ്ങയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അങ്ങയെ കാത്തിരിപ്പാൻ, പ്രത്യാശയോടെ നിലനിൽപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. വസിപ്പാൻ തൻ്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഇതുപോലെ കാലം കടന്നു വന്ന എല്ലാവരെയും സമാധാനത്തോടെ അയച്ചാട്ട്. സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു നാഥ. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, എല്ലാ ദൈവമക്കളോടും, സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരോടും, ഭവനങ്ങളിലായിരിക്കുന്നവരോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പകൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ, ആമീൻ.